ചൊവ്വാഴ്ച 8 മണി സമയം നിശ്ചയിച്ചു ട്രംപ്. ഇറാന് ആവശ്യം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തുറന്നു കിടന്ന ഹോർമിസ് കടലിടുക്ക് തുറക്കണം. ഉടമ്പടിയിലെത്തുന്ന കാര്യത്തിൽ അത്രമേൽ ഉറപ്പിച്ച് ആവശ്യമൊന്നും അദ്ദേഹം ഉന്നയിക്കുന്നില്ല തൽക്കാലം. ലോകത്തിനെ വിധിക്കാൻ കഴിവുള്ളവൻ ട്രംപനാണ് എന്നാണ് അവൻ്റെ വിചാരം. അവൻ തീരുമാനിച്ചാൽ എന്തും നടക്കും, എന്തും സാധിക്കും എന്ന അഹങ്കാരം ആ ഭാഷ്യത്തിലുണ്ട്. ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം പദങ്ങൾ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി സംസാരിക്കുന്നത് ഇതേ ട്രംപാണ്. ഇനി ഈ പ്രപഞ്ചത്തിലെ നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ മഹാഭീകരനും മഹാകള്ളനും കൊള്ളക്കാരനും ആരാണെന്ന് ചോദിച്ചാൽ അവൻ്റെ പേര് ട്രംപ് എന്നാണ്. മതമേതാണെന്ന് ചോദിച്ചാൽ പേര് വെച്ചാണ് മതം പിടിക്കുന്നതെങ്കിൽ ഇവൻ വിശ്വസിക്കുന്ന മതം പോലും ഇവൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് സ്ഥിതി. പക്ഷേ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. എന്തെന്നറിയോ? ഈ മനുഷ്യർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന ബോധ്യമുണ്ട്. അവർക്കൊരു അള്ളാഹു ഉണ്ട് എന്ന ബോധ്യമുണ്ട്. അവർക്കൊരു അള്ളാഹുവേ ഉള്ളൂ എന്ന ബോധ്യമുണ്ട്. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന കാര്യത്തിൽ അവരൊന്നാണെന്നുള്ള ബോധ്യമുണ്ട്. ഇഹലോകത്തും നാളെ പരലോകത്തും ഈ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ട്രംപിൻ്റെ അടക്കമുള്ള ജീവിതത്തിൻ്റെ ഇഹലോകവും പരലോകവും അള്ളാഹുവിലാണ് ഉറച്ച് ജീവിക്കുന്നതെന്നും ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ ഏത് പ്രതിസന്ധി വന്നാലും അവർ ആശ്രയിക്കുന്നത് ആയുധങ്ങളിലല്ലെന്നും അതുപോലെ തന്നെ മറ്റു പലതിനേക്കാളും അവർക്ക് വലുത് അള്ളാഹു ആണെന്നും ഉള്ള ബോധ്യം അല്ലെങ്കിൽ ട്രംപിൻ്റെ ഈമാൻ അക്കാര്യത്തിൽ ഉറപ്പുള്ളതാണ്. അതുകൊണ്ടാണ് പരിഹസിച്ചുകൊണ്ടാണെങ്കിലും അള്ളാഹുവിനെ വിളിച്ചുകൊള്ളാൻ പറഞ്ഞത്. നോക്കാം അള്ളാഹു ആ വിളി കേൾക്കുമോ, അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുമോ, തകർക്കപ്പെടുമോ, ലോകം മുഴുവൻ ഇവൻ്റെ ഉടമസ്ഥതയിലാണോ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്, അതൊക്കെ നമുക്ക് കാണാം, വഴിയേ കാണാം. പക്ഷേ അതിലൊരു മറുഭാഗം ഉള്ളത്, അക്കാര്യത്തിലെങ്കിലും യോജിപ്പുണ്ട് ട്രംപിനെങ്കിലും അതിനോട് പോലും യോജിപ്പില്ലാത്ത കുറേ ആളുകൾ ഇതേ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതേ അള്ളാഹുവിനെ ഇതുപോലെ പരിഹസിച്ച് പറയുമ്പോഴും ആ പരിഹസിച്ച് പറയുന്നവനാണ് തങ്ങളെ രക്ഷിക്കേണ്ടവൻ എന്ന് വിശ്വസിക്കുന്ന കുറച്ച് മഹാരാജാക്കന്മാരുണ്ട്. അവരുടെ സമ്പത്ത് സൂക്ഷിക്കാൻ അള്ളാഹുവിനേക്കാൾ കേമൻ അള്ളാഹുവിനെ പരിഹസിക്കുന്ന ട്രംപാണെന്ന് വിശ്വസിക്കുന്നവർ, അങ്ങനെ കുറേ പേർ. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഏകത്വത്തിൽ വിശ്വസിക്കുമ്പോഴും വേറെ താഴോട്ടുള്ള പല കാര്യങ്ങളും നോക്കി അവർ ഷഹീദാണോ അല്ലയോ, ഇസ്ലാമാണോ കുഫറാണോ എന്ന് വിശ്വസിക്കുകയും വേർതിരിക്കുകയും ചെയ്യുന്ന കുറേ വിസ്ഡം ബാധിച്ച മുതലാളിമാരുമുണ്ട്. അവരും ഈ പറയുന്നത് പോലെ ട്രംപിൻ്റെ അത്രയും ഈമാൻ ഉറപ്പുള്ളവരല്ല. അവർക്ക് വിദ്വേഷിക്കാനും വിഭജിക്കാനുമുള്ള കാരണങ്ങൾ വേണം. മൂന്നാമതായി വരുന്ന വിഭാഗം ഈ രണ്ടാമതിനോട് ചേർത്ത് വെച്ച് പറയേണ്ട വിഭാഗമാണ്. അതായത് ഈ അള്ളാഹുവിനോളം വിശ്വസിക്കുന്നതിനേക്കാൾ ട്രംപിനെ വിശ്വസിക്കുന്നവരിൽ നിന്നുള്ള പണം പ്രതീക്ഷിച്ച് ആ പണത്തിൽ വിശ്വസിച്ച് ഈ ട്രംപിൻ്റെ അത്രയും ഈമാനില്ലാത്തവർ. ട്രംപിന് ഉറച്ച ഈമാനുണ്ടല്ലോ, അവർ അള്ളാഹുവിനെയാണ് വിളിക്കുന്നത്, ആ വിഷയത്തിൽ അവർ അള്ളാഹുവിനെയാണ് സമർപ്പിക്കുന്നത്, അള്ളാഹു ആണ് അവരുടെ ഏകനായ ഇലാഹ് എന്ന ബോധ്യം അവർക്കുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ കാശില്ലാതെ എങ്ങനെയാണ്, സാമ്പത്തികം വരാതെ എങ്ങനെയാണ് ഈ അള്ളാഹുവിനെ വിളിക്കുന്നത് കൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന മൂന്നാമത്തെ ഒരു കൂട്ടരുമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ട്രംപിൻ്റെ ഈ വൃത്തികെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും അതിലെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വിശ്വാസികൾക്ക് അവരവരുടെ ഈമാൻ അളക്കാനുള്ള നല്ലൊരു അളവ് പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ദഅവത്ത്.